തടി കുറയ്ക്കാൻ വീട്ടിലിരുന്ന് പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ. ഇന്ന് തടി കുറയ്ക്കാൻ ഒരുപാട് ഡയറ്റീഷ്യൻസും ഓൺലൈനായിട്ടും ഉണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ടീമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അപ്പൊ ഈ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കോളുണ്ട് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത്. ചിലർ വിചാരിക്കാറുണ്ട് ജോയിൻ ചെയ്താലോ ഒക്കെ. ചിലർ വിചാരിക്കും പൈസ പോവോ അല്ലെങ്കിൽ തടി കുറയോ, അങ്ങനെയൊക്കെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടിയാണ് ഈ ഒരു വീഡിയോ. കുറെ ഡയറ്റൊക്കെ ചെയ്ത് മെലിഞ്ഞ് ഉണങ്ങി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ബെല്ലി ഫാറ്റ് പോണം, അതുപോലെ തന്നെ എന്റെ കയ്യിന്റെ വണ്ണം പോണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരായിട്ട് ജോയിൻ ചെയ്തത്. എനിക്ക് മെയിനായിട്ട് അതാണ് വേണ്ടത്. ഇപ്പൊ എന്റെ ഈ ഒരു അരട വണ്ണം എത്ര വെച്ചാല് എന്റെ അരന്റെ വണ്ണം പറഞ്ഞുതരാം. നാപ്പതാണ് കേട്ടോ, 40. പിന്നെ കയ്യിന്റെന്ന് പറയുന്നത് 12.5 കേട്ടോ. 12.5. നല്ലൊരു ഡയറ്റീഷ്യൻ നല്ല വർക്കൗട്ട് ആവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ എന്റെ വെയിറ്റ് വരുന്നത് 60 ആയിരുന്നു. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഡയറ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്ന എല്ലാ എക്സസൈസും പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് വേറെ പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ നമ്മളുടെ ഹെൽത്ത് ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യുക. അതിനോട് ഞാൻ നിർത്തിയതായിരുന്നു. അപ്പൊ എന്തായാലും 1 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ 59 ആയിട്ടുണ്ട്. 60 ആയിരുന്നു എനിക്ക് നോർമൽ വെയിറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതുവരെയായിട്ട്. അപ്പൊ ഇന്നലെ ഞാൻ അംഗനവാടി പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ 60 പോയിട്ട് 59 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മാസം കൊണ്ട് എനിക്ക് എത്ര വെയിറ്റ് കുറയുന്നുള്ളതാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ എന്റെ ബെല്ലി ഫാറ്റും കൈയിന്റെ വണ്ണവും കുറയണം. ഇതാണ് ഞാൻ അവരോട് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എനിക്ക് മെലിഞ്ഞ് ഒട്ടുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എനിക്ക് മാറ്റാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ഹെൽത്തി ആയിരിക്കുക. പിന്നെ എന്തായാലും 1 മാസം കഴിയട്ടെ. അതുവരെ ഞാൻ ഈ എന്റെ ഡേ 1 ഡേ 2 ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ശേഷം 7 മണി വരെ എനിക്ക് ഫുഡ് കഴിക്കാനുള്ള അനുവാദമുള്ളൂ. അപ്പൊ 7 മണിയുടെ മുന്നേയായിട്ട് ഭക്ഷണം കഴിച്ച് തീർക്കണം എന്നാ പറഞ്ഞിട്ടില്ല. അപ്പൊ 7 മണിന്റെ ഭക്ഷണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ 1 ഡേ 2 പറഞ്ഞിട്ട് ഞാൻ ഈ 1 മാസം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ എന്ത് കഴിക്കണു, ഞാൻ എന്ത് ചെയ്യണു എന്നൊന്നും നോക്കിയിട്ട് നിങ്ങൾ ആരും അവിടെ ചെയ്യരുത്. കാരണം ഈ 1 മാസം എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവരുടെ ഫുൾ ഡീറ്റെയിൽസും മാറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഈ 1 മാസം ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അവരുടെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഉള്ള. അപ്പൊ നിങ്ങൾ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ ചിലർക്ക് പല ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരുണ്ടാവും. അതായത് തൈറോയ്ഡ്, PCOD അല്ലെങ്കിൽ കാലുവേന, മുട്ടുവേന, അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടാണ് അവര് നമ്മളെ വർക്കൗട്ട് ചാർട്ടൊക്കെ തയ്യാറാക്കുന്നത് ഒരു ദിവസത്തെ. അപ്പൊ അത് അവര് പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എനിക്കിപ്പോ അവര് ഈ ഒരു ചാർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ 2 ദിവസം പിടിച്ചത്. ഒക്കെ കഴിഞ്ഞിപ്പോഴാ ഇന്ന് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കുറഞ്ഞു ഇരിക്കുന്നത്. ഞാൻ കുറെ ശ്രമിച്ചിട്ടുള്ളതാണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ എന്നോട് കഴിയുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ 1-2 ദിവസം കഴിഞ്ഞാല് എനിക്ക് മതിയായി. ഞാൻ മറന്നുപോകും. ഞാൻ എന്റെ വർക്കിൽ ഞാനത് മറന്നുപോകും. അപ്പൊ ഇതെന്തായാലും നമ്മളെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇവരുണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ വെള്ളം കുടിക്കാന്, ഫുഡിന്റെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലൊക്കെ ഞാൻ ചെയ്യും. എന്തായാലും ഞാൻ ചെയ്യും. കാരണം എനിക്ക് 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് അറിയിക്കണ്ടേ. അപ്പൊ ഞാൻ എന്തായാലും അത് ചെയ്യും. പിന്നെ എനിക്ക് ഡേ 1 ഡേ 2 വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്കത് ചെയ്തേ പറ്റൂ. അതിനോട് ഞാൻ ഈ 1 മാസം ഞാൻ ചെയ്തിരിക്കും. ഞാൻ കഴിക്കുന്ന ഫുഡ് ഫുള്ള് നിങ്ങൾ ഫോളോ ചെയ്യരുത്, ഒന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നോക്കുക. 1 മാസമല്ലേ ഉള്ളൂ. ആ 1 മാസം നിങ്ങൾ എന്നെ ഫോളോ അപ്പ് ചെയ്യുക. മാറ്റണ്ടോ നോക്കുക. മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ആ ടീമായിട്ട് ജോയിൻ ചെയ്യുക. 1000 രൂപയായിട്ട് അവരോട്
എന്റെ ഓഫറാന്നാ പറഞ്ഞത്. അതിന് എപ്പോഴും ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്ത 1000 രൂപയ്ക്കാണ്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ആ ഒരു പൈസ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാട്ടോ.